സ്വന്തം പ്രധാനമന്ത്രിക്കെതിരെ ഭീകര സംഘടനയുടെ പരസ്യമായ വധഭീഷണി. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം, മറുവശത്ത് ഇന്ധനമില്ലാതെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥ. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇസ്രായേൽ എന്ന ലോകശക്തിയെ തൊടണോ വേണ്ടയോ എന്നറിയാതെ വിയർത്ത് നിൽക്കുന്ന പാക് ഭരണകൂടം. ഇത് വെറുമൊരു വാർത്തയല്ല, പതിവ് പോലുള്ള ഒരു ന്യൂസേ അല്ല ഇത്. ലോകഭൂപടത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ നിലനിൽപ്പിൻ്റെ പോരാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രയേലിനെ അംഗീകരിച്ചാൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെയും സൈനിക മേധാവി ജനറൽ അസീം മുനീറിൻ്റെയും തലയറുക്കുമെന്ന് ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരി പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓർത്തു നോക്കണം, ഒരു പരമാധികാര രാഷ്ട്രത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അമേരിക്കയോ അതോ സ്വന്തം നാട്ടിലെ ഭീകരവാദികളോ? ആര് പാകിസ്ഥാനെ ആദ്യം വിഴുങ്ങും? പാലൂട്ടി വളർത്തിയവർ തന്നെയാണ് തിരിഞ്ഞു കൊത്തുന്നത്. ഇസ്രയേലുമായി പാകിസ്ഥാൻ രഹസ്യമായി കൈകോർക്കുന്നുണ്ടോ? ദുരന്തർ സിനിമയിലൊക്കെ കണ്ട പോലെ ആ രഹസ്യ നീക്കങ്ങൾ പുറത്തായോ? പശ്ചിമേഷ്യയെ ചുട്ടുചാമ്പലാക്കിയ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ മധ്യസ്ഥനാകാൻ പോയ പാകിസ്ഥാൻ എങ്ങനെയാണ് സ്വന്തം കുഴി തോണ്ടിയത്? ട്രംപിന്റെ ചാണക്യതന്ത്രത്തിൽ പാകിസ്ഥാൻ വീണോ ഇല്ലയോ? നിങ്ങളെ നടുക്കുന്ന ആ സത്യങ്ങൾ, ഈ 2026 ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ രാഷ്ട്രീയ നാടകങ്ങൾ അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്തായാലും ഒന്ന് പറയാം, ഇത് പാകിസ്ഥാനെ മാത്രമല്ല ലോകത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മളിന്ന് നിൽക്കുന്നത് 2026 മധ്യത്തിലാണ്. ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വക്കിലുമാണ്. ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നൂൽപ്പാലത്തിലൂടെ പോലെ. ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇസ്രായേൽ ഇറാൻ സംഘർഷം ആഗോളക്രമത്തെ തകിടം മറച്ചു. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളൊക്കെ വെറും ഒരു സൈനിക നീക്കമായി തീർന്നില്ല. അത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുന്ന ഒന്ന് തന്നെയായി തീർന്നു. ഇറാൻ തങ്ങളുടെ സ്വയരക്ഷാർത്ഥം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്ക്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടച്ചുപൂട്ടി. ഫലം എന്താണ്? ലോകത്തെ 1/3 ഇന്ധനവും കടന്നു പോകുന്ന ആ പാത അതടഞ്ഞതോടെ ആഗോളതലത്തിൽ ഇന്ധനവില റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. 115 എന്ന സംഖ്യ വരെ ഇവിടെ എത്തി നിൽക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങൾ ഇതിൻ്റെ ആഘാതം നേരിടുന്നുണ്ട് എങ്കിലും പാകിസ്ഥാന്റെ അവസ്ഥ ദയനീയമാണ്. നമുക്കൊന്നും അത്രത്തോളം എത്തിയിട്ടില്ല. വിദേശ നാണ്യ ശേഖരം തീർന്ന പാകിസ്ഥാനിൽ പെട്രോൾ പമ്പുകൾ അടഞ്ഞു കിടക്കുകയാണ്. ഫാക്ടറികൾ നിശ്ചലമാകുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ തങ്ങളുടെ പഴയ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു സമാധാന ദൂതന്റെ വേഷം കെട്ടിയത്. അമേരിക്കയിൽ വീണ്ടും അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് തൻ്റെ സ്വതസിദ്ധാന്തമായ ശൈലിയിൽ നീങ്ങുകയുമാണ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് നല്ല താല്പര്യമുണ്ട്, പക്ഷെ നേരിട്ടത് പറയാനും പറ്റില്ല. അപ്പോൾ അത് സ്വന്തം നിബന്ധനകളിൽ മാത്രം എന്ന രീതിയിൽ വന്നു. ഇവിടെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തുന്നത്. ട്രംപുമായുള്ള തൻ്റെ വ്യക്തിപരമായ അടുപ്പം വെച്ച് ഇറാന്റെയും അമേരിക്കയുടെയും ഇടയിൽ ഒരു മധ്യസ്ഥനായി പാകിസ്ഥാൻ സ്വയം അവരോധിച്ചു, എന്നിട്ട് സ്വയം അങ്ങ് തീരുമാനിച്ചു. എന്നാൽ ട്രംപിനെ അത്ര പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ വൈകിയാണ് മനസ്സിലാക്കിയത്. ഫെബ്രുവരി മുതൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ട്രംപ് ഒരു ബോംബ് ഷെൽ പുറത്തേക്ക് എറിഞ്ഞു. ഇറാനുമായി ഞങ്ങൾ സമാധാന കരാറിലെത്താം, പക്ഷേ അതിന് പകരമായി പാകിസ്ഥാൻ അബ്രഹാം കരാറിൽ ഒപ്പിടണം. എന്താണ് ഈ അബ്രഹാം കരാർ അറിയാമോ? തീർച്ചയായും നിങ്ങളത് കേട്ടാൽ ഒന്ന് തലയിൽ കൈവച്ചു പോകും. ഇസ്രയേലിനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കുകയും അവരുമായി നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ സാരം. ഓർക്കുക, പാകിസ്ഥാനോടാണ് പറയുന്നത്. UAEയും ബഹ്റൈനും ഇതിനകം തന്നെ ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞു. സൗദി അറേബ്യയും ഇതിലേക്ക് നീങ്ങുകയാണ്. പക്ഷെ പാകിസ്ഥാൻ, ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ അംഗീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഒളിച്ചും പാത്തൊക്കെയാണെങ്കിൽ ഓക്കെ, പക്ഷെ പരസ്യമായി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നത് രാജ്യദ്രോഹത്തിന് തുല്യമായിട്ടാണ് അവിടെ ജനങ്ങൾ കാണുന്നത്. ജൂതന്മാർക്ക് അവർ എതിരാണല്ലോ. അപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതോടെ പാകിസ്ഥാന്റെ ഉള്ളിൽ അഗ്നിപർവ്വതം പുകയാൻ തുടങ്ങി. ഇതിനിടയിലാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരി രംഗപ്രവേശനം ചെയ്യുന്നത്. ഈദ് അൽ അദ്ഹ പ്രാർത്ഥനയ്ക്ക് ശേഷം 10,000ങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് കസൂരി നടത്തിയ പ്രസംഗം പാക് ഭരണകൂടത്തെ ഒന്ന് പിടിച്ചുലച്ചു എന്ന് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ രക്തം ഒഴുകിയാലും ശരി, ഇസ്രയേലിലെ വിമാനം പാകിസ്ഥാനിൽ ഇറങ്ങാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. ട്രംപിന്റെ ഷൂ നക്കുന്ന ഷഹബാസ് ഷെരീഫും ജനറൽ അസീം മുനീറും അറിയുക, നിങ്ങൾ ഇസ്രയേലിനെ അംഗീകരിക്കുന്ന ആ നിമിഷം നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല.
നിങ്ങളുടെ രണ്ടുപേരുടെയും തല ഞാനങ്ങ് അറക്കും. രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കാൻ ലഷ്കർ സന്നദ്ധരാണ്. ഓർക്കണം, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോടും അവിടുത്തെ സൈനിക മേധാവിയോടും തീവ്രവാദികൾ പറയുന്നതാണ്. തോക്കേന്ത്യ അംഗരക്ഷർക്ക് നടുവിൽ നിന്നുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സൈനിക മേധാവിയെയും പ്രധാനമന്ത്രിയെയും വധിക്കുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തണമെങ്കിൽ ആ സംഘടനയ്ക്ക് അവിടെ അത്രത്തോളം ആഭ്യന്തര പിന്തുണയുണ്ടാകുമെന്ന് ഉറപ്പാണ്. ചിന്തിച്ചു നോക്കൂ, സൈഫുള്ള കസൂരി വെറും ഒരു ഭീകരവാദിയല്ല, പാകിസ്ഥാൻ ആർമി തന്നെ വർഷങ്ങളായി വളർത്തിയെടുത്ത അസറ്റാണ്. ഇപ്പോൾ ആ പാമ്പ് ഉടമസ്ഥനെ തന്നെ കൊത്താൻ ആഞ്ഞു നിൽക്കുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയ ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നത്. പല അന്താരാഷ്ട്ര സുരക്ഷാ ഏജൻസികളും സംശയിക്കുന്നത് ജനറൽ അസീം മുനീർ തന്നെ ആസൂത്രണം ചെയ്ത ഒരു ഫേക്ക് ത്രെട്ടാണ് ഇത് എന്നാണ്. എന്തുകൊണ്ട്? അതായത് ട്രംപിന്റെ സമ്മർദ്ദം അസഹനീയമാണ്. ഒപ്പിട്ടിട്ടില്ല എങ്കിൽ IMF വായ്പ തടയും, ഉപരോധവും ഏർപ്പെടുത്തും. ഇതാണ് അമേരിക്കയുടെ ഭീഷണി, സ്ഥിരം അടവ് തന്നെ. അപ്പോൾ ഈ സമ്മർദ്ദത്തിൽ നിന്നും രക്ഷപ്പെടാൻ പാകിസ്ഥാൻ കണ്ടെത്തിയ വഴി ഇതാണോ? നോക്കൂ, ട്രംപ് ഞങ്ങൾക്ക് ഇതിൽ നല്ല താല്പര്യമുണ്ട്, പക്ഷേ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഭീകരവാദികൾ ഞങ്ങളെ കൊല്ലും, രാജ്യം കത്തിയമരും എന്നും പറഞ്ഞ് അമേരിക്കയെ പിന്തിരിപ്പിക്കാനുള്ള ഒരു തരം നാടകം, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഭീകരവാദികളെ ഉപയോഗിച്ച് ലോകത്തെ പറ്റിക്കുന്ന പാകിസ്ഥാന്റെ സ്ഥിരം അടവ് അത് തന്നെയാണിത്. പക്ഷേ ഇത്തവണ എതിരാളി ട്രംപാണ്. അക്കാര്യം അവർ മറന്നോ എന്നാണ് സംശയം. ഇത്തരം നാടകങ്ങൾ ട്രംപിന്റെ അടുത്തൊക്കെ വിലപ്പോകുമോ? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഔദ്യോഗികമായി ഇവന്മാര് ഇസ്രായേലിനെ എതിർക്കുമ്പോഴും അണിയറയിൽ മറ്റൊരു കഥയും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പലതവണ പാക് ഉദ്യോഗസ്ഥർ ഇസ്രായേലി പ്രതിനിധികളുമായി രഹസ്യ കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. ഇസ്രയേലിൻ്റെ അത്യാധുനികമായ ചാര സോഫ്റ്റ്വെയറുകളും അവരുടെ സൈനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയൊക്കെ തങ്ങൾക്കും കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആശയം പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാൻ അത് ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പോൾ എബ്രഹാം കരാറിൽ പങ്കാളികളാകുന്നതോടെ സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നും ലഭിക്കാനിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറുകളുടെ നിക്ഷേപം അത് പാകിസ്ഥാൻ്റെ ദാരിദ്ര്യം തുടച്ചു നീക്കും. സത്യം പറഞ്ഞാൽ ഇത്രയും രാജ്യങ്ങളുടെ പിന്തുണയാണല്ലോ വരാൻ പോകുന്നത്. കൂടാതെ തന്നെ ഷഹബാസ് ഷെരീഫിന് ഈ കരാറിൽ എന്തായാലും വലിയ താല്പര്യമുണ്ട്. പക്ഷേ ജനങ്ങളുടെ രോഷവും ഭീകരവാദികളുടെ തോക്കും ഒക്കെ അവരെ പിന്നോട്ട് വലിക്കുകയാണ്. പാലൂട്ടി വളർത്തിയവരൊക്കെ തിരിഞ്ഞു കൊത്തുകയാണല്ലോ എൻ്റെ ഷഹബാസേ. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പ്രസ്താവിച്ചത് ഞങ്ങൾ ഇസ്രായേലിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ്. പരസ്യമായി തന്നെ പറഞ്ഞതാണ്. ഇത് ജനങ്ങളെ സമാധാനിപ്പിക്കാനാണെന്ന് എല്ലാവർക്കും അറിയാം. 1967 അതിർത്തി ചട്ടക്കൂട് പ്രകാരം കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ഒരു നയതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഇസ്രായേലിനെ അംഗീകരിക്കില്ല എന്നതാണ് ഇവരുടെ ഔദ്യോഗിക നിലപാട്. മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ പലസ്തീൻ വിഷയം വലിയ വൈകാരികതയുമാണ്. അത് വൈകാരികമായിട്ടുള്ളൊരു വിഷയമാണ് ഇവരെ സംബന്ധിച്ച്, ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ രാജ്യത്തെ വലതുപക്ഷ മാധ്യമങ്ങളും മതസംഘടനകളും ഇസ്രായേൽ അനുകൂല നീക്കങ്ങളെയൊക്കെ ഇസ്ലാമിനോടുള്ള വഞ്ചന എന്ന രീതിക്കായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇമ്രാൻഖാൻ്റെ അനുയായികളും ഈ ഒരു അവസരം ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. തീർച്ചയാണ്, ഒരു ചെറിയ തെറ്റെങ്ങാനും സംഭവിച്ചാൽ പാകിസ്ഥാൻ ആടപ്പടലം തകരും. പാകിസ്ഥാനിലെ തെരുവുകളിൽ രക്തപ്പൊടി ഒഴുകും. ഒരു വശത്ത് തോക്ക്, മറുവശത്ത് പട്ടിണി. പാകിസ്ഥാൻ്റെ വിദേശ കടം $130 ബില്യൺ കടന്നിരിക്കുന്നത്. തിരിച്ചടയ്ക്കാൻ ഇവർക്ക് യാതൊരു മാർഗവുമില്ല, അറിയാലോ. അപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം കാരണം ഇന്ധന വില ലിറ്ററിന് 500 രൂപയും കടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന രാജ്യം സാങ്കേതികമായി തന്നെ ഇല്ലാതാകും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ട്രംപിൻ്റെ പക്കൽ നിന്നുള്ള സാമ്പത്തിക പാക്കേജ് പാകിസ്ഥാൻ ഒഴിവാക്കാനാവില്ല. എന്നാൽ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയുണ്ടല്ലോ, അതിലാണുള്ളത്. സൗദിയും UAE ഇപ്പോൾ പാകിസ്ഥാനെ പഴയ പോലെ സഹായിക്കുന്നുമില്ല. നിങ്ങൾ നയതന്ത്രപരമായി മാറാൻ തയ്യാറാണെങ്കിൽ മാത്രം പണം, അതാണ് അവരുടെ പോളിസി. അപ്പോൾ അബ്രഹാം കരാർ എന്നത് പാകിസ്ഥാന് മുന്നിലുള്ള ഒരേ ഒരു കവാടമാണ്. ആ കവാടം എങ്ങാനും താണ്ടിയാൽ വേറെ വിഷയം. അപ്പോൾ ആ കവാടത്തിന് മുന്നിൽ ലഷ്കർ ഇ തോയ്ബ കാവൽ നിൽക്കുന്നുമുണ്ട്. ലോകം ഇപ്പോൾ ഒരു നിർണായക സന്ധിയിലാണ്. പാകിസ്ഥാൻ്റെ ഈ നിലപാട്, ആ ഒരു നിലപാട് മാറ്റം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനവുമാണ്. ഇസ്രയേലുമായി പാകിസ്ഥാൻ അടുത്ത് കഴിഞ്ഞാൽ അത് മേഖലയിലെ പ്രതിരോധ സമവാക്യങ്ങളെയൊക്കെ മാറ്റും. കാരണം ഇപ്പോൾ ഇസ്രയേൽ ഇന്ത്യ എന്നുള്ളതൊക്കെ വളരെ നല്ല ബന്ധത്തിൽ പോവുകയാണ്. ഭീകരവാദികളെ മുൻനിർത്തി പാകിസ്ഥാൻ നടത്തുന്ന ഈ കളി അവരെ തന്നെ നശിപ്പിക്കുമോ എന്നത് കണ്ടറിയണം.
ജനറൽ അസീം മുനീറിന് ട്രംപിനെ പറ്റിക്കാൻ സാധിക്കുമോ? അതോ സൈഫുള്ള കസ്വരിയുടെ ഭീഷണി യഥാർത്ഥത്തിൽ നടക്കുമോ? വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം പാകിസ്ഥാൻ എന്ത് സംഭവിക്കുമെന്നറിയാൻ നിങ്ങൾക്കും നല്ല താല്പര്യമില്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി വാർത്തകളും അപ്ഡേറ്റ്സുകളും അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചോളൂ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.